അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടെയുള്ള വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് കോയമ്പത്തൂർ പോവാണ്. അപ്പോൾ നമ്മൾ പോണത് മസനഗുഡി വഴി ഊട്ടി പോയിട്ട് ഊട്ടിയിൽ നിന്ന് ആണ് നമ്മൾ കോയമ്പത്തൂർ പോണത്. ഇപ്പോൾ നമ്മളുള്ളത് നാടുകാണി ചുരത്തിലാണ്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ എലിഫൻറ്റ് ക്രോസിംഗ് ഒക്കെ കാണാം. നമുക്ക് മുകളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് കോടയൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കാരണം മുകളിലത്തെ മലകളൊന്നും കാണാനില്ല. പിന്നെന്താ വെച്ചാൽ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. കാരണം നമ്മുടെ ഈ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാൻ പറ്റില്ല ക്യാമറ. കാരണം നമ്മുടെ കേരളത്തിൽ ഫൈൻ ആയതുകൊണ്ടും ദുബായിലൊന്നും യാതൊരു സീനുമില്ല. കേരളത്തിൽ ഭയങ്കര ഫൈൻ ആയതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റിന് മുകളിൽ ക്യാമറയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഫുള്ള് ഡാർക്ക് ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഫുള്ള് കുണ്ടും കുഴി റോഡുകൾ തന്നെയുള്ളൂ കാണാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നാടുകാണി ചുരത്തിൽ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളും എല്ലാതും നമുക്ക് കാണാം എന്തായാലും. അപ്പോൾ നമ്മുടെ വണ്ടി ദുബായിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് റൈഡ് ചെയ്യണത് ഈ ബുള്ളറ്റ് 350 ആണ് ഇന്ന് റൈഡ് ചെയ്യണത്. ശരിക്കും വരുമ്പോൾ കുറച്ച് കോടയൊക്കെ കിട്ടി. ആ കോടയൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് കേട്ടോ. നമ്മൾ കയറി പോകുന്തോറും നമുക്ക് കോട കിട്ടി തുടങ്ങി. നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കോട വരുമ്പോൾ എനിക്ക് നിർത്തിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. കണ്ടില്ലേ, വേറെ ലെവല് കോടയാണ് നമുക്കിവിടെ കാണാനുള്ളത്. നമ്മുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ കുടുകുട് സൗണ്ട് കേട്ടില്ലേ? ഈ കുടുകുട് സൗണ്ടും ഈ കോടയുടെ ഉള്ളിൽ കൂടെ ഈ ഗ്രീനറി എല്ലാതും കൂടി വേറെ ലെവലായിട്ടോ റൈഡ് ചെയ്യാൻ. കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ റോഡ് ക്ലിയർ ഉള്ളൂ. അപ്പോൾ മെല്ലെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോട കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗൂഡല്ലൂർ റോട്ടിൽ കയറി. ഇതാണ് നമ്മുടെ ഗൂഡല്ലൂർ റോഡിൻ്റെ അവസ്ഥ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഹൈവേ ആണ്. ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ല കേട്ടോ. നല്ല നീറ്റ് ഹൈവേ ആണ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ മസനഗുഡി റോട്ടിൽ കയറിയിട്ടോ. നമ്മുടെ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ആ പോണ റോഡ് മൈസൂർക്ക് പോണ റോഡാണ്. ഇതാണ് മസനഗുഡി പോണ റോഡ്. അപ്പോൾ ജസ്റ്റ് ഈ റോഡിൽ നിന്ന് കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി നിർത്തി നിൽക്കുകയാണ്. ഇവിടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് ഇവിടെ. അതും നോക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അപ്പം ഇനി ഈ വഴിക്ക് പോയിട്ട് നമുക്ക് വല്ല മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഊട്ടിക്ക് പോണ വഴിയാട്ടോ. അപ്പോൾ നമ്മളിത് മുതുമല, അതായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൃഗത്തിനെ പോലും കണ്ടില്ല കേട്ടോ. ഈ ഈ റോഡ് നേരെ പോണത് ഊട്ടിയിലേക്കാണ്. അതായത് കാടിൻ്റെ ഒരു ബോർഡറായിരുന്നു ആ കാണുന്നത്. ആ ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ആ കാണുന്നത്. എന്തും മനോഹരമായിട്ടുള്ള വ്യൂ അല്ലേ, വേറെ ലെവൽ വ്യൂ കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഊട്ടി എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് ശിരിയൂർ കേട്ടോ. 23 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ഇതേ നിൽക്കുന്നത് ഊട്ടിക്ക് കയറി തുടങ്ങി, മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങി. ആ ഒരു ഹെയർ പിന്നിലാണ് നിൽക്കുന്നത്. കുറച്ച് ഹെയർ പിന്ന് കഴിഞ്ഞു. ഇപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഹെയർ പിന്ന് കഴിഞ്ഞിട്ട് ഒരു ഹെയർ പിന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ വരണ വഴിക്ക് മൃഗങ്ങളൊന്നും കണ്ടില്ല. നമ്മൾ പശുവിനെ പിന്നെ 2-3 മാനിനെ പിന്നെയും കണ്ടു. അത്ര തന്നെ കാണാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് മൃഗങ്ങളൊന്നും അധികം കാണാൻ പറ്റിയില്ല. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ എവിടെയുള്ള വെച്ചാൽ കുന്നൂരൊക്കെ കഴിഞ്ഞിട്ടാണുള്ളത്. നമ്മൾ കോത്തഗിരി വഴിക്കല്ല വന്നത്. നമ്മൾ കുന്നൂർ വഴിക്കാണ് വന്നത്. കഴിഞ്ഞ ലാസ്റ്റ് ടൈം നമ്മൾ കുന്നൂർ വഴിക്കാണ് പോയത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക്, അതായത് കോയമ്പത്തൂർക്ക് പോണ വഴിക്ക് ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ കിട്ടിയപ്പോൾ നിർത്തിയതാണ്. നമ്മുടെ ബൈക്ക് എന്താ ലുക്കല്ലേ, എൻഫീൽഡ് കാണാൻ. അതേപോലെ തന്നെ നല്ലൊരു ആ സൂര്യൻ ഉദിച്ച് വരുന്ന കാരണം നല്ല ഭംഗിയുണ്ട് ഈ വ്യൂ കാണാൻ. ആ മലയുടെ മുകളിലൊക്കെ ഫുള്ള് കോട നിറഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ ഇവിടെ അടിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരുടെ വീടുകളും എല്ലാതും കാണാം നമുക്കിവിടെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഊട്ടിയിലെ മറ്റേ ബോഗി ട്രെയിൻ പോണ പാലാണ് കേട്ടോ ഈ കാണുന്നത്. ട്രെയിൻ ഇപ്പൊന്നും കാണാനില്ല. നമ്മൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയാണ് ഈ ട്രെയിൻ പാത പോയിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ യാത്ര ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു യാത്രയാണ് നമ്മുടെ ഈ ഊട്ടിയിലെ ട്രെയിൻ യാത്ര കേട്ടോ. ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കുരങ്ങന്മാരിരിക്കാണ്ടില്ലേ, ഇവിടെ ഒരു കുരങ്ങിരിക്കുന്നുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണവൊക്കെ ഉണ്ട് കേട്ടോ. പടിയിലേക്ക് ഇറങ്ങും തോറും നമുക്ക് ചൂടായി തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വ്യൂ കിട്ടി. അതിലും മനോഹരമായിട്ടുള്ളൊരു വ്യൂ. ലാസ്റ്റ് ടൈം നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് ചെയ്യുമ്പോഴൊക്കെ ഈ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അതായത് ഒരു മേഘത്തിൻ്റെ നിഴലുകൾ കാണാം. ഓൾ ഇന്ത്യ റൈഡ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഫുള്ള് ഇങ്ങനെ മഴ പെയ്യായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഫുള്ള് മഴ പെയ്യായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിത് ഗുരുവായൂരെത്തി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ശരിക്കും ഇന്നലെ നമ്മൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെയാണ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പോകുന്നത്. മസനഗുഡിയിൽ കൂടെ വരും ആ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ വരുമ്പോഴൊന്നും നമ്മൾ മൃഗങ്ങളൊന്നും കണ്ടില്ല. ആ കൂടി കുറച്ച് മാനിനെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ വിചാരിച്ചു കരടീനെയോ ആനേനെയോ പിന്നെ കാട്ടുപോത്തിനൊക്കെ കാണാമെന്നാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ മസനഗുഡി വഴി കോയമ്പത്തൂർക്ക് വന്നത്. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് മാനിൻ്റെ കൂട്ടങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, ബാക്കിയൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത നെക്സ്റ്റ് റൈഡ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുമ്പാർത്തൊരു മുതലിനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ മുതൽ, നമ്മുടെ പുതിയ ഹിമാലയൻ നമ്മുടെ സിജാസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയായിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് മറ്റന്നാൾ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളിലും ഒക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി റെഡിയാക്കിയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റന്നാൾ നമ്മൾ ഈ ഹിമാലയൻ്റെ മുകളിലാണ് നമ്മൾ ബാംഗ്ലൂർ പോണത്. അപ്പോൾ നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചത് ആദ്യം ഈ വണ്ടിയുടെ മുകളിലായിരുന്നു. പക്ഷേ ഈ വണ്ടി അന്ന് ഉണ്ടായിരുന്നില്ല, നമ്മുടെ സിജാസിൻ്റെ അളിയൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എവിടേക്കോ പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വണ്ടി കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ദിലീപ് ചേട്ടൻ്റെ ബുള്ളറ്റ് എടുത്തിട്ടാണ് നമ്മൾ മസനഗുഡി വഴി ഊട്ടി കൂടെ കോയമ്പത്തൂർ വന്നത്. അപ്പോൾ നെക്സ്റ്റ് റൈഡ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നെക്സ്റ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്.